പുട്ടും കടലയും എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ പെട്ട ഒന്നാണല്ലോ അല്ലേ. അപ്പം നമുക്കിന്നിവിടെ കടലക്കറി ഉണ്ടാക്കി നോക്കാം. തലേ ദിവസം കുതിർത്താൻ വെച്ചിട്ടുള്ള കടല, നമ്മുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള കടല കുക്കറിലിട്ടിട്ട് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് 3-4 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് ഞാനത് വേവിക്കാൻ വെക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. കടല വേവാൻ വേണ്ടി ഒരടുപ്പിൽ വെച്ച് മറ്റൊരടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി എണ്ണയിലിട്ടിട്ട് നന്നായി മൂപ്പിക്കുക. നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ, അത്യാവശ്യം നിറയെ തേങ്ങ വേണം, നല്ല തേങ്ങ ഇട്ടിട്ട് നന്നായി വറക്കണം. നന്നായി വറക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ, നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് തേങ്ങ വറുത്തുകൊണ്ടേയിരിക്കണം. നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാലാണ് നമുക്കിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും യാതൊരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ നമുക്ക് നമ്മുടെ കടലക്കറി വൈകുന്നേരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തേങ്ങ ഇടണം. തേങ്ങ നന്നായി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലിടണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിയുള്ളത് കാരണം ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. എരി വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ അളവിൽ മുളക് പൊടി ഇടാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഈ 2 പൊടികളുടെയും ആ ഒരു പച്ച സ്മെല്ല് പോണത് വരെ നമ്മൾ നന്നായി വറുത്തുകൊണ്ടേയിരിക്കണം. നന്നായി വറുത്തതിന് ശേഷം നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളത് പേസ്റ്റായിട്ട് അരയ്ക്കണം. അത് പേസ്റ്റ് പോലെ അരയ്ക്കണം. ഈ അരക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മുന്നേ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ചൊരു 1/4 ഭാഗത്തോളം കടല എടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു കടലയുടെ സ്മെല്ല്, ഇപ്പോൾ കുട്ടികൾ കടല കൂട്ടാത്തവരാണെങ്കിൽ ആ കുട്ടികളുടെ ഉള്ളിലേക്ക് കടല ചെല്ലാനും ഈ വഴി നമുക്ക് സാധിക്കും. ഇത് നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് അത് അവരുടെ ഉള്ളിലേക്ക് എത്തും. കടല മാറ്റി വെക്കുന്ന കുട്ടികളാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് കുട്ടികളുടെ ഉള്ളിലേക്ക് അത് എത്താനുള്ള ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ നന്നായി അരച്ച് വെച്ചത് നമ്മൾ ഈ കടലക്കറിയിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കണം. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം. തക്കാളി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുന്ന സമയത്താണ് നമ്മൾ തക്കാളി ഇതിൽ ചേർത്തിരിക്കുന്നത്. തക്കാളി തേങ്ങയുടെ കൂടെ അരച്ചിട്ടാണ് നമ്മളിതിൽ കറിയിൽ ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചിടണം. ഞാൻ നേരത്തെ തേങ്ങ വറുത്ത അതേ സെയിം പാനിൽ തന്നെയാണ് ഉള്ളി മൂപ്പിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 6-7 എണ്ണം ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞത് എണ്ണയിലിട്ട് നന്നായി മൂപ്പിക്കുക. നമ്മൾ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കണം. നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളി ഈ കടലക്കറിയിലേക്ക് ചൂടോടെ ഇടണം.